എന്റെ അമ്മേ. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ, വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട്. ഇറങ്ങിക്ക. പ്ലീസ് വണ്ടി എടുക്ക്, അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. എല്ലാം കറക്റ്റ് കമ്പനികളാണല്ലോ. എന്തോ പൂവല്ലോ ദീദി. ഞാനെങ്ങും കണ്ടില്ല. ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ? എന്തിനാ ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോകും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിക്കണേ? ഞാൻ വെളുത്തില്ലേടി. ഞാൻ പറയട്ടെ. ഹിറ്റ്ലർ മാതാവുട്ടി കുഞ്ഞോടി പേടിച്ചിട്ടൊന്നുമില്ല. ഞാനൊന്നും ചെയ്യാറില്ല, നീ ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞ. ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താ വട്ട് പിടിച്ചോ? എത്ര നേരമാണോ മാർക്കറ്റ് കാത്തിരിക്കുന്നത്? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല, ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തണലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്കല്ലേ? ശരി. എന്താണ്? അത് പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു നോക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയുടെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓട പഠിക്കണി. അല്ല, ഞാനൊന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോടും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ. പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്ന് വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നു അല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാത്തൊന്ന് യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ
ടെൻഷൻ അടിച്ചിട്ടാണ്. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ദാ ഈ കുപ്പി എടുത്ത് കാണിക്കും. ഇങ്ങനെ വിഷമാണ്. ഓക്കെ, നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. പിടിച്ചേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അത് ഇവനിത് ഓവറാക്കും ഉറപ്പായിട്ടും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? ആ അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ, ഇത് സുശീലൻ അല്ലേ? ഓ ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഡേയ്, ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതില്ലടാ. ഏത്? ഡേയ്, നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കേറിക്കേ. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. പോകാം. ദൈവമേ, സുഗു സിംഗിനെ വിനു സിംഗിനെ കാത്തോണേ. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് രണ്ട് സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് രണ്ടുപേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ എടാ, ഇങ്ങോട്ട് വന്നേ. എടാ, നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്ന് ഏതാ ദിവസം? ശനി. ഔ, ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല, എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റോ ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ. തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനാ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. അതേ വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? ഇത്രയും ദിവസമായിട്ട് നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിക്കാൻ പറ്റിയില്ല. വേണ്ട, അവനെ വിട്. ആ പൂജയോടെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അവളെ ഒടിച്ച് മടക്കി കറക്കിയെടുത്ത് മണ്ണാന്തൊടിയിലേക്ക് പോരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 2 ദിവസം വേണ്ടി വന്നുള്ളൂ. പക്ഷേ അവൾക്ക് ഭയ്യയെ കുറിച്ച് പറയുമ്പോ 100 നാവാ. അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ചോദിക്കാനൊരു പേടി. അബദ്ധമായി പോയാലോ? പിന്നെ നീ എന്ത് കിണപ്പാ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ സമയം ഇപ്പൊ കഴിയും. കോടതിയിൽ കേസും പറഞ്ഞ ആണുങ്ങളെ സ്ഥലവും കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യ്. ഞാനൊരു ഉഗ്ര ഐഡിയ പറഞ്ഞു തരാം.
തൽക്കാലം ഹരി എന്ന് പറഞ്ഞ് നീ ഇവനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. എന്റെ സെൽഫ് ശ്വസിച്ച് വളർച്ച മുരടിച്ചു പോയതാണെന്ന് പറഞ്ഞാ മതി. കാര്യം നടക്കട്ടെ അല്ലേ? ചേട്ടാ ഇവര് പറഞ്ഞ കേക്ക്, സ്ഥലം കിട്ടിയാ നമുക്ക് വിൽക്കാം, എന്നിട്ട് ആ കിന്നാരത്തുമ്പികൾ റീമേക്ക് ഇറക്കാം. നാട്ടിലിപ്പോ റീമേക്കുകളുടെ കാലാണല്ലോ. റീമേക്ക് കിന്നാരത്തുമ്പി കേറ്റുകളായി പോടാ. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? തമാശകള നിന്റെ ഹരിയും ആ തെണ്ടി ഹരീന്ദ്ര സിംഗും കാഴ്ചക്ക് ഒരുപോലെയാണെന്നല്ലേ നീ പറഞ്ഞ? നീ നിന്റെ അവസ്ഥ ഹരീന്ദ്ര സിംഗിനോട് പറ. എന്നിട്ട് ഹരിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. പ്രശ്നം തീർന്നില്ലേ? ഈ ദാൽ ഫ്രൈ തിന്നാ നടന്നു തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. തുझे देखा तो ये जाना सनम. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കന്നെന്തിനും ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലി കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷണമുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീ ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ട, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. ആ ഡാ, അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയാക്കി. ഇനി ചെവിയിൽ കുനുകുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം എപ്പ ശരിയായി? നിങ്ങളെ എല്ലാരും കാണണമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. ഞങ്ങളെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇവന്റെ വിവാഹം. പല നല്ല ആലോചനകളും വന്നു. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? വല്ല കുഴപ്പമുണ്ടാവും. ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങൾ അവനെ പിടിച്ച പിടി പൂട്ടിയിരിക്കുക. ഈ അളിയനാള് കൊള്ളാലോ. നീ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എതിർക്കാൻ വന്ന കരഞ്ഞ കാല് പിടിക്കേണ്ടി വരും.